നുസൈറാത്ത് ഗാസയിലെ UN സ്കൂളിന് നേരെ അടുത്തിടെ നടന്ന മാരകമായ ഇസ്രായേൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ ഇന്ത്യൻ നിർമ്മിത സൈനിക ഉപകരണങ്ങളുടെ പങ്കാളിത്തം വെളിച്ചത്ത് കൊണ്ടുവന്നിരുന്നു. ക്യാമ്പിലെ UN അഭയകേന്ദ്രത്തിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വിക്ഷേപിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബൽ വഹിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഇത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലെ ഇന്ത്യൻ ആയുധ നിർമ്മാതാക്കളുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കും കാരണമായിരുന്നു. 2024 ജൂൺ 6 രാത്രി ഇസ്രായേൽ യുദ്ധവിമാനം നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ UN റിലീഫ് ഏജൻസി സ്കൂളിന് നേരെ ഷെല്ലാക്രമണം നടത്തിയിരുന്നു. ഈ UN റിലീഫ് ഏജൻസി സ്കൂൾ പലസ്തീനികൾ അവരുടെ വീടുകളിൽ നിന്നും പലായനം ചെയ്യുന്നതിനുള്ള അഭയകേന്ദ്രമായി ഉപയോഗിച്ചു പോന്നിരുന്നു. ഈ വൻ വ്യോമാക്രമണത്തെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം 20 പേരെങ്കിലും മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ഈ ആക്രമണത്തിന്റെ അനന്തരഫലങ്ങളുടെ ഒരു വൈറൽ വീഡിയോ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെടുകയും ആ വീഡിയോയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ലേബൽ വഹിക്കുന്ന നുസൈറത്ത് ഗാസയിലെ UN അഭയകേന്ദ്രത്തിൽ പതിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങളിൽ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ ആക്രമണത്തിന്റെ ഇരകളായ നൂറുകണക്കിന് പലസ്തീനികളുടെ കേന്ദ്രമായി നേരത്തെ പ്രവർത്തിച്ചിരുന്ന UN സ്കൂൾ നിലവിൽ നാശത്തിന്റെയും ദുരിതത്തിന്റെയും സ്ഥലമായി മാറിയിരിക്കുന്നു. ഗാസ മുനമ്പിലെ ഓപ്പറേഷനിൽ ഇസ്രായേൽ പ്രയോഗിച്ച മിസൈലുകളുടെ ഉറവിടവും ദൗത്യവും സംബന്ധിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ മിസൈലിന്റെ വെളിപ്പെടുത്തൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിരുന്നാലും ഹമാസിനെയും ഇസ്ലാമിക് ജിഹാദ് പോരാളികളെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യോമാക്രമണം നടത്തിയത് എന്നും വ്യോമാക്രമണങ്ങൾ ഇനിയും തുടരുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നു. ഇന്ത്യൻ സൈനികരും ആയുധ നിർമ്മാതാക്കളും ഇസ്രായേലിന്റെ തീവ്രവാദ വേട്ടകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നതിന് ഈ ചിത്രങ്ങൾ കൂടുതൽ തെളിവുകൾ നൽകുന്നതുകൊണ്ട് ഇസ്രായേൽ ഹമാസ് സംഘടനത്തിൽ ഇന്ത്യ ഇസ്രായേൽ സംയുക്തായുധ നിർമ്മാണ പങ്കാളിത്തം ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. നേരത്തെ മെയ് 17 ഇന്ത്യയിൽ നിന്നും ആയുധങ്ങളുമായി ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലിന് അതിന്റെ തുറമുഖത്ത് ഡോക്ക് ചെയ്യാൻ സ്പെയിൻ അനുമതി നിഷേധിച്ചതായി ഗതാഗത മന്ത്രി ഓസ്കാർ പ്യൂണ്ടെ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് മെയ് 21 സ്പെയിനിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള കാർട്ടജീന തുറമുഖത്ത് ഡോക്ക് ചെയ്യാൻ ഡാനിഷ് പതാക ഘടിപ്പിച്ച കപ്പലായ മരിയാനെ ഡാനിക്ക് അനുമതി നേടിയതായി സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസ് വെളിപ്പെടുത്തിയിരുന്നു. 27 ടൺ സ്ഫോടക വസ്തുക്കൾ ചെന്നൈയിൽ നിന്നും ഇസ്രായേലിലെ ഹൈഫയിലെ തുറമുഖത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഈ കപ്പലെന്ന് അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിൻ പ്രകാരം പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യയുടെ മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ് ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ അനുമതി നൽകിയിരുന്നു. മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ് പറയുന്നതനുസരിച്ച് 2024 ജനുവരിയിൽ തന്നെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇസ്രായേലിലേക്ക് കയറ്റി അയക്കാൻ അനുവദിച്ചിരുന്നുവെന്നും 2024 ഏപ്രിൽ 18 ഇസ്രായേലിൽ നിന്നുമുള്ള ആവർത്തിച്ചുള്ള ഓർഡറിന് കീഴിൽ അതേ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് ഞങ്ങൾ തയ്യാറെടുത്തുവെന്നും വ്യക്തമാക്കുന്നു. 7 വ്യത്യസ്ത പൊതുമേഖലാ സംരംഭങ്ങളായി 41 ഓർഡൻസ് ഫാക്ടറികളുടെ പുനഃക്രമീകരണത്തിന്റെയും കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെയും ഭാഗമായാണ് 2021 മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായത്. കമ്പനിയുടെ ബ്രോഷർ അനുസരിച്ച് കരസേന, നാവികസേന, വ്യോമസേന, പാരാമിലിറ്ററി സേനകൾ എന്നിവയ്ക്കായി സമഗ്രമായ വെടിമരുന്നുകളുടെയും സ്ഫോടക വസ്തുക്കളുടെയും ഉൽപാദനം, പരിശോധന, ഗവേഷണം, വികസനം, വിപണനം എന്നിവയിൽ മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ് പ്രവർത്തിക്കുന്നു. രാജ്യത്തുടനീളമുള്ള മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ 12 നിർമ്മാണ യൂണിറ്റുകൾ ചെറുകിട, ഇടത്തരം, ഉയർന്ന കാലിബർ വെടിമരുന്നുകൾ, മോർട്ടാറുകൾ, റോക്കറ്റുകൾ, ഹാൻഡ് ഗ്രനേഡുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനുള്ള ഒരു സംയോജിത അടിത്തറ പ്രദാനം ചെയ്യുന്നു. ആധുനികവും ഗുണനിലവാരമുള്ളതുമായ യുദ്ധഭൂമിയിലെ വെടിമരുന്ന് സജ്ജീകരിച്ച് സായുധ സേനയ്ക്ക് മത്സരാധിഷ്ഠിത നേട്ടം നൽകുക എന്നതാണ് മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ പ്രധാന ലക്ഷ്യം. ഇവർക്ക് പുറമെ സ്വകാര്യ ഇന്ത്യൻ കമ്പനിയായ പ്രീമിയർ എക്സ്പ്ലോസീവ് ലിമിറ്റഡും കുറഞ്ഞത് 2021 മുതൽ ഇസ്രായേലിലേക്ക് സ്ഫോടക വസ്തുക്കളും അനുബന്ധ സാമഗ്രികളും കയറ്റുമതി ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഗാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 2023 നവംബർ 20-നും 2024 ജനുവരി 1-നും ഈ സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ പ്രീമിയർ എക്സ്പ്ലോസീവ് ലിമിറ്റഡിന് അനുമതി ലഭിച്ചിരുന്നു. 2019-നും 2023-നും ഇടയിൽ സൈനിക ഉപയോഗത്തിനായി ഇസ്രായേലിന് 20 ഹെർമിസ് 900 UAVകൾ അയച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്, ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റംസ് എന്നിവയുടെ സംയുക്ത സംരംഭമായ അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആസ്ഥാനവും ഇന്ത്യയിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. 2023 ഒക്ടോബറിൽ ഇന്ത്യ UNന്റെ വെടിനിർത്തൽ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നതും നിലവിലെ ആയുധങ്ങളുടെ കയറ്റുമതിയും ഇന്ത്യയുടെ ശരിയായ നീക്കം ചൂണ്ടിക്കാണിക്കുന്നു. 1999 പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കാർഗിൽ സംരക്ഷിക്കാൻ നമ്മോടൊപ്പം നിന്ന ഇസ്രായേലിനെ നിലവിൽ ഇന്ത്യയും സഹായിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തീവ്രവാദ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും നമ്മുടെ അതിർത്തികളിൽ ഇസ്രായേൽ മോഡൽ തന്നെയാണ് പിന്തുടരേണ്ടത് എന്ന പാഠം ഇന്ത്യയും മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.